ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് ചുറ്റുമുള്ള പല ആൾക്കാരും ഇപ്പോഴും ജീവിച്ചു പോകുന്നത് വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെയാണ്. നമ്മൾ എത്രയൊക്കെ കണ്ടീഷൻഡ് ആണ്, അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ ഓക്കെയാണ് ഫിസിക്കലി എന്ന് പറഞ്ഞാലും ഇമോഷണലി വളരെയധികം അൺസേഫ് ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇന്നും ചുറ്റും കാണാൻ പറ്റും. പല ആൾക്കാരും അൺസേഫ് ആണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷെ അവരുടെ ക്ലാസ് റൂമുകളിലോ, അല്ലെങ്കിൽ അവരുടെ വർക്ക് പ്ലേസിലോ, അല്ലെങ്കിൽ അവരുടെ കൊളീഗ്സിൻ്റെ കൂടെ ഒന്നും ആയിരിക്കില്ല. മെജോറിറ്റി ആൾക്കാരും, ചിലപ്പോൾ മെജോറിറ്റി കുട്ടികൾ ആ ഒരു അൺസേഫ്റ്റി കൂടുതലായിട്ട് ഫീൽ ചെയ്ത് വന്നിട്ടുള്ളത് അവരുടെ വീടുകളിൽ നിന്നായിരിക്കും. ഇതൊരിക്കലും പാരൻസിനെ വളരെ മോശമായി കാണിക്കാനോ അവരെ മോശമായി ചിത്രീകരിക്കാനോ നമ്മൾ എടുക്കുന്നൊരു വീഡിയോ അല്ല. പക്ഷേ എവിടെയൊക്കെയോ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് ഇപ്പോഴും മനസ്സൊരുപാട് വേദനിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ബ്രോക്കൺ പാരൻറ്റിങ് എന്ന് പറയുന്നത് പലപ്പോഴും ലൗഡ് ആകണം, എപ്പോഴും ഒരുപാട് ആൾക്കാർ അതിനറിയണം, പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നുള്ളതിൽ ഒരു നിർബന്ധമില്ല. പലപ്പോഴും ഒരു ബ്രോക്കൺ പാരൻറ്റിങ് സംഭവിക്കുന്നത് വളരെ സൈലൻസിലാണ്. ഒരു പക്ഷേ അവരുടെ ഇമോഷൻസ് തുറന്നു കാണിക്കാൻ അവർക്ക് അറിയാതെ പോയത്. ഞാനെങ്ങാനും കരഞ്ഞു കഴിഞ്ഞാൽ, ഞാനെങ്ങാനും എൻ്റെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ പാരൻസിനെ മോശമായി ബാധിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ എന്നെ ആൾക്കാർ കളിയാക്കുമോ എന്നുള്ള പേടിയുണ്ട്. പലപ്പോഴും തുറന്നു പറയാത്ത ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് പോകുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി ഈ കുട്ടികളെല്ലാം വളർന്ന് വലുതായാലും അവരുടെ ഉള്ളിൽ അപ്പോഴും ഹീലാകാത്തൊരു ചെറിയ കുട്ടി ഉള്ളിടത്തോളം കാലം അവരൊരിക്കലും മെച്വേർഡ് ആകാത്ത അഡൾട്ട്സ് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ മെച്വേർഡ് ആകാത്ത ഒരു കുട്ടി ആയിട്ട് അവരിപ്പോഴും ആ ഒരു വലിയ ശരീരവും വലിയ നിറയും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ മുറിവേറ്റ് പോയൊരു കുട്ടി അവരുടെ ഉള്ളിൽ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അവർ അവരുടെ ലൈഫിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു റിലേറ്റബിൾ ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് നിങ്ങളെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ആർ നോട്ട് വീക്ക്. നിങ്ങൾ വീക്കായതുകൊണ്ടല്ല. യു നോ ഹൗ ദാറ്റ് കേഴ്സ് ആക്ച്വലി ഫീൽസ്. യു നോ ഹൗ ദാറ്റ് ഫീലിങ്സ് ആക്ച്വലി ഫീൽസ്. വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ളൊരു വാർണിംഗ് കൂടെയാണ് മനസ്സിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും അങ്ങനെ ഒരു മോശമായ സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലെ ജനറേഷണൽ പാറ്റേൺസിനെ എല്ലാ രീതിയിലും മാറ്റാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൊരു വ്യക്തി. അതിന് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ വിശ്വസിച്ച ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിശ്വസിക്കാൻ തയ്യാറാവണം. നിങ്ങൾ അവിശ്വസിച്ച് പോയ കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിക്കാനും തയ്യാറാകണം. ഇൻ ഷോർട്ട്, ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്നുള്ളത് നിങ്ങൾ അവിശ്വസിച്ച് എനിക്ക് ഇങ്ങനെയും ജീവിക്കാൻ പറ്റും, എനിക്കും നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റും, എന്നിലൂടെ നല്ല സന്തോഷമുള്ള ഒരു ഫാമിലിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തെ, നിങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ആ വിശ്വാസത്തെ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കും. താങ്ക് യു.